നമസ്കാരം. ഫലസ്തീനിലെ മുസ്ലിം പള്ളികളിലെ ലൗഡ് സ്പീക്കറുകൾ പിടിച്ചെടുക്കുമെന്ന ഇസ്രായേൽ സർക്കാർ ഉത്തരവിനെതിരെ മസ്ജിദുൽ അഖ്സ ഇമാം ഷെയ്ഖ് ഇക്രിമ സബരി. ഫലസ്തീനിൽ ബാങ്ക് വിളി മുഴങ്ങുന്നത് തുടരും. ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ അതുണ്ടാവും. അത് ഫലസ്തീനികളുടെ അവകാശമാണ്. ബാങ്ക് വിളിയുടെ ശബ്ദം ബുദ്ധിമുട്ടാക്കുന്നവർക്ക് പോവാം, ഷെയ്ഖ് ഇക്രിമ സബരി പറഞ്ഞു. ജോർദാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെയാണ് സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം. ഇസ്ലാമിൽ ഒഴിവാക്കാനാവാത്ത കാര്യമാണ് ബാങ്ക് വിളി. ആർക്കും അത് തടയാൻ കഴിയില്ല. പള്ളി മിനാരങ്ങളിലെ ബാങ്ക് വിളി നിരോധിച്ചാൽ വീടുകളുടെ മുകളിൽ നിന്ന് ബാങ്ക് വിളിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് ജെറുസലേം കീഴടക്കിയ ശേഷം ഫലസ്തീനിൽ ആരാണ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കുക എന്ന ചോദ്യം ഉയർന്നു വന്നു. പ്രവാചകന്റെ മുഅദ്ദിൻ ആയ ബിലാൽ ഇബ്നു റബാഹ് ആയിരുന്നു ആദ്യമായി ബാങ്ക് വിളിച്ചത്. അന്നു മുതൽ ഇന്നു വരെ ബാങ്ക് വിളിക്കുന്നുണ്ട്. അത് അന്ത്യനാൾ വരെ തുടരും, ഷെയ്ഖ് ഇക്രിമ സബരി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഫലസ്തീനിലെ മുസ്ലിം പള്ളികളിലെ ലൗഡ് സ്പീക്കറുകൾ പിടിച്ചെടുക്കാൻ ഇസ്രായേലി പോലീസ് മന്ത്രി ഇറ്റമാർ ബെൻ ഗ്വിർ ഉത്തരവിട്ടത്. ബാങ്ക് വിളി ജൂത കുടിയേറ്റക്കാർക്ക് ശല്യമാണെന്ന് പറഞ്ഞായിരുന്നു പുതിയ വംശീയ ഉത്തരവ്. ലൗഡ് സ്പീക്കർ പിടിച്ചെടുക്കാൻ കഴിയാത്ത കേസുകളിൽ പിഴ ഈടാക്കുമെന്നും പുതിയ ഉത്തരവിൽ പറയുന്നു. ഇതിനെതിരെ ഹമാസ് അടക്കമുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. 1939 ജെറുസലേമിൽ ജനിച്ച ഷെയ്ഖ് ഇക്രിമ സബരി 1994 ഒക്ടോബർ മുതൽ 2006 ജൂലൈ 1 വരെ ജെറുസലേമിന്റെയും ഫലസ്തീനിന്റെയും ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളോട് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിനാൽ ഇസ്രായേൽ നിരന്തരമായി വേട്ടയാടുന്നുണ്ട്. മസ്ജിദുൽ അഖ്സയ്ക്ക് മുന്നിൽ ഇസ്രായേൽ സ്ഥാപിച്ച സുരക്ഷാ സ്കാനറിലൂടെ നടക്കാത്തതിന് 2017 ഇദ്ദേഹത്തെ ഇസ്രായേലി പോലീസ് വെടിവെച്ചിരുന്നു. തുടർന്ന് വിദേശ സഞ്ചാരി അനുമതിയും നിഷേധിച്ചു. ഇസ്രായേലിന്റെ ആവശ്യപ്രകാരം 2007 നെതർലാൻഡ് പ്രവേശന അനുമതി നിഷേധിച്ചിരുന്നു. ഫലസ്തീനികൾ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ അംഗീകരിക്കുന്ന ഷെയ്ഖ് ഇക്രിമ സബരിയെ നിരവധി തവണ മസ്ജിദുൽ അഖ്സയിൽ കടക്കുന്നതിൽ നിന്ന് ഇസ്രായേൽ വിലക്കിയിട്ടുണ്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചതിനാണ് അവസാനമായി വിലക്കിയത്. 6 മാസത്തേക്കാണ് വിലക്ക്. 1967 അറബ് സയനിസ്റ്റ് യുദ്ധത്തിലാണ് ഇസ്രായേൽ മസ്ജിദ് ഉൾപ്പെടുന്ന കിഴക്കൻ ജെറുസലേമിൽ പിടിച്ചെടുത്തത്. ഇത് ഫലസ്തീനികളും ലോകരാജ്യങ്ങളും അംഗീകരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.